നമ്മൾ വായിൽ ഊതാൻ പോവുകയാണ്. ഊത്തിലാണ് കാര്യം ഇരിക്കുന്നത്. അയ്യോ അയ്യോ അയ്യോ, ഇതെന്നാ സ്റ്റോണാ? ഇതാണ് സ്റ്റോൺ. കണ്ട പാറക്കല്ലാണ്. അമ്മ ഇപ്പൊ വായും തുപ്പിയത് കണ്ട. അമ്മ വായിൽ തുപ്പിയത് തുറവിയും വലിയ കല്ലുമായിട്ടാണ് ഈ തടി നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അയ്യോ അയ്യോ അയ്യോ, തന്നെ ഇതെന്നെ തുപ്പുന്ന കണ്ട. ഒരു ചുമട്ട് കല്ലുമായിട്ട് ഊരുന്നത് എവിടുന്ന് ഇറക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്തിനാണ് ഈ പാറക്കൂട്ടത്തിൽ പുറത്തിരിക്കുന്നത് അല്ലേ? ഈ പാറകൾക്കൊരു കഥയുണ്ട്. ഇതെല്ലാം ഒരമ്മ തുപ്പിയെടുത്ത കല്ലുകളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കിഡ്നി കല്ല് എന്തുവാണെന്ന്? നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? ഇവർക്ക് കല്ലുണ്ട്, കിഡ്നി കല്ലുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡോക്ടറെ സമീപിക്കും. അപ്പോൾ അവരെന്തൊക്കെയോ ചെയ്യും. പക്ഷേ ഈ കല്ലിന് നമ്മൾ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണ് എന്താണ് കിഡ്നി കല്ല്. അത് എടുക്കുന്ന ആരാന്നറിയാമോ? ഈ ഗ്രാമത്തിലൊരു അമ്മയാണ്. ഗോവിന്ദമ്മൾ എന്നാണ് ആ അമ്മയുടെ പേര്. എന്തായാലും ഒരു അത്ഭുത കാഴ്ചയായിരിക്കും. ശരിക്കും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ വിശ്വാസം ഉണ്ടല്ലോ. എൻ്റെ വീണാന് പാടാ കേട്ടോ. ഇത്ര കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ അമ്മയെ തേടി എത്തിയിരിക്കുന്നത്. എന്തായാലും അമ്മ തുപ്പിയെടുത്ത് ഒരുപാട് കല്ലുകൾ നേരിട്ട് കാണാൻ പോവുകയാണ്. അത് ചെറുതുണ്ട്, വലുതുണ്ട്, ഇടത്തരമുണ്ട്, മൂത്തതുണ്ട്, പച്ചക്കല്ലുണ്ട്, ചുമന്ന കല്ലുണ്ട്. അങ്ങനെ പല പല കല്ലായിരിക്കും. അങ്ങനെ അമ്മയെ തിരക്കി ഒരു ഗ്രാമം മുഴുവൻ 6 മണി മുതൽ ഇവിടെ കാത്തിരിക്കുകയാണ്. അമ്മ ഒരു കുഴലോട്ടിറങ്ങുന്നു, വായി കിടക്കുന്ന കംപ്ലീറ്റ് കല്ല് ഊതി പുറത്തേക്ക് ഇടുന്നു. എന്തായാലും ആ അത്ഭുത കാഴ്ചയിലേക്ക് പോവുകയാണ്. ആരെ തേടി? ഗോവിന്ദമ്മാൾ എന്ന് പറയുന്ന കിഡ്നിയിലെ കല്ലെടുക്കുന്ന അമ്മയെ തിരക്കി ഞാൻ അങ്ങ് പോവുകയാണ്. ഇനിയാണ് നമ്മൾ ആ കാഴ്ചയിലേക്ക് പോകുന്നത്. കിഡ്നിക്കകത്ത് കല്ലുണ്ടെങ്കിൽ കല്ലെടുക്കുന്ന ഡോക്ടറെ തപ്പി നമ്മൾ എത്തിയിരിക്കുവാണ് സുഹൃത്തുക്കളെ. ശരിക്കും പറഞ്ഞാൽ അണ്ണാ இந்த കിഡ്നി സ്റ്റോൺ എടുക്കുന്ന ഡോക്ടർ அந்த மாதிரி உள்ள எடுப்பாங்க. அது எடுக்கிறாங்க. நிஜம் தானே? ஆமா நிஜம் தான் சார். அதே மாதிரி இதுல எடுப்பாங்க. இந்த புனல் மாதிரி இருக்குல்ல, ஆமா, அது எடுக்கிறது வந்து நம்ம நேரடியா பார்க்கலாம் சார். இது வரைக்கும் நிறைய எடுத்திருக்காங்க. இந்த ஊர்ல வந்து ஃபேமஸ் ஆனவங்க இவங்க வந்து எடுத்துக்கிட்டு இருக்காங்க சார். நல்லா பார்த்துட்டு இருக்காங்க. அப்ப அண்ணன் നമ്മളെ ഈ ഡോക്ടറെ കാണിക്കേണ്ടി വന്നോണ്ട് இவங்க ஏற்கனவே பார்த்தது. பார்த்து முடிச்சிட்டு அவங்க கிளம்புறாங்க. ശരി ശരി ശരി. കൊച്ചു പിള്ളേരുടെ ദേഹത്തൊക്കെ ദേഹത്തല്ല കിഡ്നിക്കകത്ത് കല്ലുണ്ടായിരുന്നു. അത് എടുത്തിട്ട് അവരെ കൊണ്ടൊക്കെ പോവുകയാണ് കേട്ടോ. വളരെ ദൂരത്ത് നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അണ്ണാ സ്റ്റോൺ എടുത്താ? എന്താ മരുന്ന് കിഡ്നിക്ക് സ്റ്റോൺ ഇരിക്കാ? இல்ல அது எடுத்து முடிச்சிட்டாங்க. உங்களுக்கு எடுத்து முடிச்சிட்டாங்க. எடுத்து அதை துப்பி வெளியே எடுத்துட்டு வெளியே வந்துருச்சு. ஓகே, இங்க வா, இங்க வா. இந்த குழந்தைக்குள்ள ஸ்டோன் இருக்கா? ஸ்டோன் இருந்து எடுத்துட்டாங்க. எடுத்தாச்சு. மருந்து ஊத்தி எடுத்துட்டாங்க. பேபி ஓகே, ഒന്നോക്കട്ടെ. ആൾ റൈറ്റ്. ഞങ്ങളുടെ കേരള ടിവി. അപ്പൊ இந்த കുളന്തക്കുള്ള കുഞ്ഞ് സ്റ്റോൺ ഇരിക്കാ, അത് എടുത്ത്. അപ്പൊ ആള് നല്ല ക്യൂട്ടായിട്ടിരിക്കുവാണ് കേട്ടോ. ടാറ്റ കൊടു. ബൈ 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 ബൈ. ആള് ഭയങ്കര പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നേരെ നല്ല കരഞ്ഞു വിളിച്ചോണ്ട് വന്ന കുഞ്ഞു ഇപ്പം നല്ല സ്മാർട്ടായിട്ടിരിക്കുകയാണ്. ഒരു ഉമ്മ കൊടുക്കും. ഓക്കെ, ബൈ. അപ്പൊ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ അമ്മയെ കാണാൻ വേണ്ടി ആൾക്കാരെല്ലാം ഇങ്ങനെ അക്ഷമോട് കാത്തിരിക്കുകയാണ് ഒരു ചുമട് കല്ലുമായിട്ട്. അമ്മ ഉള്ള ഇരിക്കുക? അമ്മ ഉണ്ട്. മലയാളമോ? മലയാളം അറിയാം. എല്ലായിടത്തും ഇതിൽ മലയാളി ഉണ്ട് കേട്ടോ. വലിയ സഹായം അത്. അമ്മ ശരിക്കും പറഞ്ഞ നിജം താനേ? ഉണ്മ. അമ്മയ്ക്ക് എപ്പടി இந்த மாதிரி കഴിവ് കിട്ടി? அவங்க பரம்பரை. அப்ப எல்லா ஸ்டோன்ல உனக்கு உடம்புக்குள்ள ஸ்டோன் இருக்கா? കുറച്ച് ദിവസങ്ങളെ ഉണ്ട്. തൂക്കമൊന്നും ഇല്ലേ? ഇപ്പൊ ഈ പാമ്പ് പിടിച്ച തൂക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ അമ്മയെ കാണാൻ വേണ്ടി വന്നേ. അപ്പൊ ഇനി ഇങ്ങനെ ആയിരുന്നു കാരണം തൂക്കമൊന്നും ഇല്ലേ? தூக்கம் இல்லை. ஆனால் இப்போ ஸ்டோன் எடுக்க வந்திருக்கோம். எடுக்க வந்து தூக்கம் வர மாட்டேங்குது. வரல, இது பண்ணும். வரல. വേറെ ഹോസ്പിറ്റലിൽ ഒന്നും കാണിച്ചില്ല? பார்த்தோம், கேட்கல. இங்கே வந்திருக்கப்ப சரியா പോവും. അപ്പൊ എന്തായാലും ഇത് കണ്ട, ഇതെല്ലാം എല്ലാവർക്കും ഇതേ ഉള്ളൂ പറയാം. ഇപ്പൊ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇതേ പ്രശ്നം തന്നെയാണ്. എല്ലാവർക്കും സ്റ്റോൺ പ്രശ്നമാണ്. അറിയാലോ, കിഡ്നിയിൽ കല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊക്കത്തില്ല, നിൽക്കാനൊക്കത്തില്ല, ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശ്വരൂപത്തെ, ആ കല്ലെടുക്കുന്ന ആ തുമ്പിയെ കാണാൻ പോവുകയാണ്. കല്ലെടുക്കുന്ന ആ തുമ്പി. അമ്മാ ഇങ്ക മാമാ. ഇതാണ് നമ്മുടെ ഒറിജിനൽ അമ്മ, വിശ്വരൂപം. കാരണം ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയാമല്ലോ. ഈ ഗ്രാമത്തിൻ്റെ മാലക കുട്ടിയാണ് ഇത് വരുന്നത്. കൊലുസൊക്കെ കിലുങ്ങുന്നുണ്ട്, ആ പാദസരമൊക്കെ കിലുങ്ങുന്നുണ്ട്. നമ്മൾ കാണാൻ പോകേണ്ട ആളത്തെ വാമ. ഇതാണ് നമ്മൾ അമ്മയുടെ പേര് ഗോവിന്ദമ്മാൾ. ഇതാണ് ഈ അമ്മയെ കാണാൻ വേണ്ടിയാണ് ഈ നാട് മുഴുവൻ 6 മണി സമയം മുതൽ ഇവിടെ നിറച്ച് തിരക്കായിരിക്കും. 6 മണി തൊട്ട് രാത്രി 11 മണി വരെ അമ്മയ്ക്ക് ഇത് തന്നെ ജോലി അല്ലേ അമ്മ? അമ്മ അമ്മ പേര് ഗോവിന്ദമ്മാൾ. ഓക്കെ. എന്തൊക്കെ അമ്മ എടുക്കും? ഉടമ്പുക്കുള്ള എന്തൊക്കെ പ്രശ്നം മാറ്റും? எடுக்கணுமா? வயிறு வலி, ஆமா, கிட்னி ஸ்டோன். அതാണ് അമ്മയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. மருந்து வசிய மருந்து, வாமிட் வர்றது, வயிறு ஊத்தம் கொடுக்கிறது, வயித்தால போறது,
ரெண்டாந்தரம் கல்லடப்பு மாதிரி அதுக்கு சொல்லிட்டேனா. ரெண்டாந்தரம் என்னது சொல்லணும்? അമ്മയ്ക്ക് തന്നെ மருந்து மருந்து. അമ്മയ്ക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെ മാറ്റുമെന്ന്, എല്ലാം മാറ്റും. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കാണാൻ പോകുന്നത് பசிய மருந்து. ஆமா, അമ്മയുടെ ആ അത്ഭുത മരുന്ന് എങ്ങനെയാണ് കല്ല് വലിച്ചെടുക്കുന്നത് അല്ലേ. നമ്മളൊക്കെ എത്രയോ ആശുപത്രി കയറി ഇറങ്ങിയിട്ട് കിഡ്നി സ്റ്റോൺ കാരണം നമുക്ക് ഉറക്കമില്ലാത്ത എത്രയോ പേര് കാണും. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു അത്ഭുത കാഴ്ചയായിരിക്കും അല്ലേ. ഇനി എങ്ങനെയാണ് കല്ലെടുക്കുന്നത് ആ കാഴ്ചയിലേക്ക് നമ്മൾ അമ്മയും കൂട്ടിക്കൊണ്ടുപോകും. അമ്മ ഉള്ള വാമ, നമുക്ക് എന്തായാലും അമ്മയുടെ കാഴ്ച കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാം. അപ്പം അമ്മ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള സ്റ്റോൺ മാത്രമല്ല എടുക്കുന്നത്, നമ്മൾ ഉടമ്പുക്കുള്ള ദഹിക്കാതെ കിടക്കുന്ന ചിക്കൻ, മട്ടൺ, അന്തമാതിരിയൊക്കെ അമ്മ എടുക്കും അല്ലേ അമ്മ. അത് കണ്ടിപ്പോ എടുക്കും. അന്തമാതിരി ഒരു വെറൈറ്റി അമ്മയാണ് ഗോവിന്ദമ്മ. ഓക്കെ അമ്മ. അപ്പൊ നമുക്ക് ഈ അമ്മക്ക് എന്നാ പ്രശ്നം? ഉടമ്പുക്കുള്ള എന്ത് പ്രശ്നം? ഉടമ്പുക്കുള്ള എന്നാ വ്യാധി? ഉടമ്പുക്കുള്ള എന്നാ? சத்தங்க வயிறு வலிக்கா என்ன செய்யுன்னு கேட்காங்க. வயிறு வலிக்கான்னு கேட்காங்க. சொல்லு എന്നാ അത് കേൾക്കാതെ അല്ലേ. അപ്പൊ അമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മയ്ക്ക് എന്തോ വിഷയമുണ്ട്. അപ്പൊ നമുക്കത് കാണാം. ഗോവിന്ദമ്മ കുഴപ്പമില്ല, പറവില്ല. ഓക്കെ. അമ്മ കണ്ട് വായിക്കൊന്ന് ഊതാൻ പോകുന്നു. അപ്പൊ വായിൽ അയ്യ അമ്മ അതാണ് അപ്പടിയാ കണ്ട. ഫാന്റാസി. അമ്മയുടെ ദേഹത്ത് ആ ശരീരത്തിൽ ദഹിക്കാറുണ്ട് ചിക്കന്റെ എന്തോ ഒരു അംശം അമ്മ കഴിച്ചെടുത്ത്. ഗോവിന്ദമ്മ നിങ്ങൾ പെരിയ അമ്മ താനേ, നോ ഡൗട്ട്സ്. എന്താ എപ്പടി തെരിയും? അപ്പൊ ഈ ഇവിടെ ദഹിക്കാതെ കിടന്ന ചിക്കന്റെ അമ്മ അത് എടുത്ത് കേട്ടോ. ഓക്കെ. அம்மாக்கே கோவிந்தம்மா எப்படி தெரிஞ்சு உடம்புக்குள்ள இந்த விஷயம் எப்படி മനസ്സിലായി? எங்க சியால இருந்து பாக்குறோம். எங்க சியால இருந்து பாக்குறோம். நாங்க 5 തലമുറ പാക്കുறோം. ശരി. ഇത് വലിയ സംഭവമായി പോയി കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഈ കിഡ്നി സ്റ്റോൺ എടുക്കുമെന്ന് പറഞ്ഞുള്ള പ്രതീക്ഷ വന്നു. പക്ഷെ അത് മാത്രമല്ല, ഉടമ്പുക്കുള്ള എന്ത് ശരീരത്തിനുള്ളിൽ എന്ത് ദഹിക്കാതെ കിടന്നാലും നമ്മുടെ ശരീരത്തിൽ പോലെ പ്രശ്നം വരുമല്ലോ, അത് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. അമ്മ നല്ല അമ്മ നല്ലതാണേ. ഓക്കെ. കണ്ട പാവത്തിന് സന്തോഷം കൊണ്ട് ഇത്രയും നേരം ചൊവ്വ ഉറക്കവും ഇല്ല ഊണും ഇല്ല കിടന്ന അമ്മ ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ അമ്മ, ഇതെന്താ മരുന്നാ? ഇതെന്ത് മരുന്ന്? ഓക്കെ. അപ്പൊ ഇനി ശരിക്കും പറയാം, ഇനിയാണ് നമ്മുടെ ഗോവിന്ദമ്മയുടെ യഥാർത്ഥ രൂപം കാണാൻ പോകുന്നത്. ഈ ശരീരം മുഴുവൻ ഒരു ലോഡ് കല്ലുമായിട്ട് വന്നേക്കുവാണ്. അത് അമ്മ എടുക്കാൻ പോവാണ്. അമ്മ ഉടമ്പുക്കുള്ള സ്റ്റോൺ എടുക്കുക. ഉടമ്പുക്കുള്ളത് കിഡ്നിക്കുള്ളിൽ ഇവിടെ ഈ സൈഡിൽ. അപ്പം ഇതിനകത്ത് നല്ല കിഡ്നിക്കകത്ത് നിറച്ച് കല്ലിരിക്കുക. അമ്മ എടുക്കാൻ പോവാണ്. എപ്പടി തിരിഞ്ഞ് എന്താ കയ്യില് ഞാൻ പിടിച്ചപ്പോ തിരിഞ്ഞു. ഓക്കെ. നല്ല വേദന ഉണ്ടോ? നല്ല വലിയോ? നമുക്ക് എടുക്കുന്ന രീതിയിൽ കാണാം അമ്മ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം കുറെ പരിപാടി സോഡയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോഡയുണ്ട്, മരുന്നുണ്ട്. ഇതിനകത്ത് കുറെ മരുന്ന് അമ്മ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പിടിച്ചോ അമ്മ. വായിൽ ഊതാൻ പോവുകയാണ്. ഊത്തിലാണ് കാര്യം ഇരിക്കുന്നത്. അയ്യോ ഇതെന്നാ സ്റ്റോണാ? എന്റെ പൊന്നോ. ഇത് കണ്ട, ഇതിന്റെ ക്ലോസ് ഒന്ന് എടുത്തോ. ഈ സ്റ്റോൺ കണ്ട നമ്മള്, ഇതാണ് സ്റ്റോൺ. കണ്ട പാറക്കല്ലാണ്. അമ്മ ഇപ്പൊ വായും തുപ്പിയത് കണ്ട. അമ്മ വായിൽ തുപ്പിയത് തുറന്നെയും വലിയ കല്ലുമായിട്ടാണ് ഈ തടി നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ എങ്ങനെ ജീവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നാള് ഉങ്ങള് മരിക്കാതെ ജീവിച്ചത് വലിയ കാര്യമാണ്. അയ്യോ പൊടിഞ്ഞു പോയിട്ടാ. എന്റെ പൊന്നിടപ്പോ ഇത്രയും തടിയും കല്ല് അമ്മ എടുത്തേക്കും. അടുത്ത ആളെ നോക്കുകയാണ്. സ്റ്റോൺ എടുക്കാം. ഓക്കെ. അപ്പൊ ഈ അണ്ണന്റെ ദേഹത്ത് സ്റ്റോൺ ഉണ്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ എടുക്കുന്നത് അമ്മ? ഓക്കെ. ഞാൻ കറങ്ങി പോയിട്ടപ്പാ. തടവി എടുത്ത് നോക്കുക. ഇത് മൊത്തത്തില് തടവി ഒരു സൈഡിലേക്ക് ആക്കുകയാണ്. അപ്പൊ തടവി ഒരു സൈഡിലേക്ക് അങ്ങനെ ആക്കുകയാണ്. എന്നിട്ട് ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അമ്മ ഊതാൻ പോവുകയാണ്. നോക്ക്, ഈ ഊത്തിലാണ് കാര്യം. ഊതി അയ്യോ ഇതന്നെ തുപ്പുന്നുണ്ട. ഒരു ചുമട്ട് കല്ലുമായിട്ട് ഊരുന്നത് എവിടുന്ന് ഇറക്കുന്നുണ്ടോ? ശരിക്കും കണ്ടിട്ട് മനം പറയും, ഓ ഏറ്റവും അപ്പച്ചി ഇത് കാണേണ്ട ഒരു കാഴ്ചയാട്ടോ. ഇപ്പൊ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളായ കല്ലുകളെല്ലാം വലിച്ചെടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. അപ്പൊ സംഭവം ഓക്കെ ആയി. ഓക്കെ അണ്ണാ, പെർഫെക്റ്റ്ലി ഓക്കെ. ഉടമ്പക്കുള്ള ചെറിയ കല്ലിருக்கு, സ്റ്റോൺ ഇருக்கு. അമ്മ തുപ്പിയെടുത്ത് നമ്മുടെ ഗോവിന്ദമ്മ പെരിയ അമ്മ
ഇനി ഉടമ്പൊക്കെയുള്ള ഒരു സ്റ്റോണും ഇല്ലേ, എല്ലാം പെർഫെക്റ്റ് ബോഡി. ഒന്നും പിടിക്കുമ്പോ സ്റ്റഡിയില് ഒന്നുമില്ലേ, ഒന്നുമില്ല. 2 കിഡ്നിയും ഓക്കെ ഇല്ലേ, நல்லா இருக்கும். നല്ലായിരിക്കും. അപ്പൊ 2 കിഡ്നി ഓക്കെ ആണെന്നാണ് ഗോവിന്ദമ്മള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണ്ടല്ലോ, ചില്ലറ ആളല്ല. അണ കൂടി സാപ്പിട്. ഓക്കെ, അപ്പൊ നോക്കിയോ, വീട്ടിൽ പറയാതെ എന്നാണ് വന്നിരിക്കുന്നത്. ഒരു ചുമട് കല്ലോട്ട് വന്നേക്കുവാണ്. ഏറ്റ അപ്പച്ചിയെ ഒരു ചുമട് സാധനം. ഓ, എനിക്ക് വയ്യ, എനിക്ക് എന്നെ മനം പറയുന്നുണ്ടോ, വായിക്കിടക്ക സാധനം എല്ലാം എടുക്കുവാണ്. ഓക്കെ, ഇല്ല ഇല്ല ഇല്ല, മുഖം ഒന്നും കാണിക്കത്തില്ല. എന്നും പറഞ്ഞേക്ക് വീട്ടിൽ പറയാതാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഒരിക്കലും പുറത്തു വിടത്തില്ല. ഓക്കെ, അമ്മ ഗോവിന്ദമ്മ വിളിച്ചമ്മ അടുത്ത കല്ലും എടുത്തിരിക്കുന്നു. അത് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. രഹസ്യമായിട്ടും പരസ്യമായിട്ടും എല്ലാം വീടുകൾ നിറച്ച് ആൾക്കാരാണ്. എല്ലാ സ്റ്റോണും അമ്മ എടുക്കും, எல்லாம் எடுக்கும். எல்லாமே மருந்து, தொக்கம், இது ஸ்டோன். അമ്മ എപ്പടി പഠിച്ചത്? நாங்க சியால இருந்து எடுத்துக்கிட்டு இருக்கோம். ചെയ്യാലെന്ന് 5 பேர் எடுத்துருக்கோம் நாங்க. தாத்தா சியா நீ சொல்லி அவங்களுக்கு. ശരി ശരി, അങ്ങനെ. ഓക്കെ, ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ സംഭവമാണ്. 5 പാരമ്പര്യം 5 പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. നമ്മ പഠിച്ചത് അങ്ങനെ കിട്ടിയതാണ്. ശരി ശരി, ഓക്കെ. അമ്മ പെരിയമ്മ ഡോക്ടർ. ഓക്കെ, അപ്പൊ ശരി, കാര്യമല്ല, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അപ്പൊ എല്ലാ ആശംസകളും അമ്മ. പോട്ടെ. ഓക്കെ, ശരി അമ്മ. കുളന്തയ്ക്ക് എന്ത് വിഷയം? കുളന്തയ്ക്ക് തൊക്കം. തൊക്കം. അപ്പൊ എന്താ, അപ്പൊ തൊക്കത്തിന്റെ വിഷയത്തിനാണ് വന്നിരിക്കുന്നത് അല്ലേ? തൂക്കമൊക്കെ ഇല്ലേ? ഓക്കെ, നമുക്ക് അതുപോലെ കണ്ടു നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ കുളന്തയ്ക്ക് അമ്മ കണ്ടാ? അമ്മയെ കണ്ടാ? പാത്താ അമ്മ. അപ്പൊ കുളന്ത ഈ കൊച്ചിന്റെ കാര്യം എങ്ങനെയാന്ന് നോക്കട്ടെ. കൊച്ചിന് ത്വക്കിന് വിഷയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ എന്താ സംഭവം നോക്കട്ടെ. ചെരുപ്പ് ഊരി കിടണം വെളിയിൽ കേട്ടോ. ഇതിപ്പോൾ അപ്പോൾ കൊച്ചിൻ്റെ സംഭവം നമുക്ക് നോക്കാൻ പോവുകയാണ്. ഒരു കുഞ്ഞു കൊച്ചാണ്, സുന്ദരി കൊച്ചാണ്. കൊച്ചിന് ചിരിയൊക്കെ വരുന്നുണ്ട് കുട്ടാ. അത് കൊച്ചിൻ്റെ പ്രശ്നം. അമ്മ ഇപ്പം ആ കുഴൽ വെച്ച് ഊതി എടുക്കുന്നതായിരുന്നു. കുഴൽ വെച്ച് ഊതി എടുക്കുവാണ് കൊച്ച്. എന്തൊക്കെ സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ? ഓ, ഊതി എടുക്കുവാണ്. ഓ, ഊതി അയ്യോ ശെറ്റമ്മോ. അമ്മ അതെന്നാ അമ്മ? അമ്മ ഇതല്ല കറി. മോളെ കണ്ടോല്ലേ, ഇത് ഇതാണ്ട് മോള് കഴിച്ചതാ. അതാണ് അമ്മ എടുത്തേക്കുന്നത്. എന്റെ അമ്മച്ചി ഒരു വലിയ കഷ്ണ സാധനമാണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്തായാലും ചെറിയ കേട്ടപ്പല്ല, ഒരു ഭയങ്കര സംഭവമാണ്. കൊച്ചു കൊണ്ട് കണ്ട അവളുടെ കാപ്പിയോട് കൂടി അവള് മുഖം എല്ലാം കഴുകി. മോളെ ഒരു ടാറ്റ പോട്, ബൈ പോട്, ഹായ് പോറാ. ഓക്കെ, അപ്പൊ അവള് ഹാപ്പിയാണ്. അപ്പൊ അവള് ഫോട്ടോ അവള് സന്തോഷത്തോട് വളരെ ദുഃഖത്തോടെ വന്ന കൊച്ച് സന്തോഷം തന്നെ. ഓക്കെ, അപ്പൊ ഇതാണ് സെറ്റപ്പ്. അപ്പൊ അമ്മ ഈ കല്ലുകൊണ്ടാണ് ഈ വീടെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ട, ഇത് കാണുന്നതല്ല ഈ നാട്ടുകാരുടെ കല്ലാണ്. അപ്പം അങ്ങനെ ഒരുപാട് ചികിത്സാ രീതികൾ ഇങ്ങനെ തമിഴ്നാട്ടിലുണ്ട്. നമ്മൾ കണ്ടത് ഈ മൂക്കത്തിങ്ങനെ അയ്യോ എന്ന് വിരൽ വെക്കും. വെച്ചൊന്നും കാര്യമില്ല, ഇത് വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗോവിന്ദ അമ്മാളിൻ്റെ വിശേഷം, കല്ല് വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടുകിടുക്കൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും